ഷൈൻ ടോം ചാക്കോയുടെ പിതാവ്. ചാക്കോയുടെ സംസ്കാരം ഇന്ന് രാവിലെ 10:30 മുണ്ടൂർ കർമ്മലമാത പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പരിക്കേറ്റ് ചികിത്സയിലുള്ള ഷൈനിന്റെ മാതാവും ഉടൻ വീട്ടിലേക്കെത്തും. കൈക്ക് പരിക്കേറ്റ ഷൈനിന്റെ ശസ്ത്രക്രിയ ഇന്നോ നാളെയോ നടക്കുമെന്നാണ് അറിയുന്നത്. ജെയ്സൺ ചാമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഇന്നിപ്പോ പരിക്കേറ്റ് ചികിത്സയിലുള്ള ഷൈനിന്റെ മാതാവും വീട്ടിലേക്ക് വരും. ഈ ഷൈനിന്റെ മാതാവ് പിതാവിന്റെ വിയോഗ വാർത്ത അറിഞ്ഞിട്ടുണ്ടോ ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അല്പസമയത്തിനകം തന്നെ അവർ ആശുപത്രിയിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 10:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സേലത്തിനടുത്ത് വെച്ച് വാഹനാപകടം ഉണ്ടാവുകയും അതിൽ ചാക്കോ മരിക്കുകയും ഷൈൻ ടോം ചാക്കോയ്ക്കും മാതാവിനും കാര്യമായ പരിക്ക് ഉണ്ടാവുകയും ചെയ്തത്. പിന്നീട് അന്ന് വൈകിട്ട് തന്നെ തൃശ്ശൂരിലേക്ക് അവർ എത്തി. ചാക്കോയുടെ മൃതദേഹം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം അവരുടെ 2 പെൺമക്കൾ വിദേശത്തുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം എത്തി. അതിനുശേഷം ഇന്ന് ശസ്ത്രക്രിയ ഒരു പക്ഷേ വൈകിട്ട് നടന്നേക്കും. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇനിയുമായിട്ടില്ല. ഇതിനുള്ള ശസ്ത്രക്രിയ നീട്ടിവെക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ശസ്ത്രക്രിയ നടന്നാൽ ഉണ്ടാകും. വിശ്രമം ആവശ്യമാണ്, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രം സംസ്കാര ചടങ്ങുകൾ നടത്തിയാൽ മതിയെന്ന് കുടുംബം തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ടോ നാളെയോ ശസ്ത്രക്രിയ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഷൈൻ ടോം ചാക്കോവിൻ്റെ കൈക്കും അതുപോലെ തന്നെ നട്ടെല്ലിനുമാണ് പൊട്ടലുണ്ടായിരിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ മാതാവിന് ഇടുപ്പിലിന് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരും ഇപ്പോഴും ഇതുവരെയും ആശുപത്രിയിൽ തുടരുകയായിരുന്നു. അല്പസമയത്തിനകം എത്തും. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സംസ്കാര ചടങ്ങുകൾക്ക് ഏകദേശം 1 മണിക്കൂർ മുൻപ് മാത്രമേ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് വരാൻ കഴിയൂ. കാരണം അത്രയും വിശ്രമം ആവശ്യമാണ്. അല്പസമയത്തിനകം അവർ വീട്ടിലേക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നതിൻ്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നാം വീട്ടിലാണ് ഉള്ളത്. ശരി, വലിയ ദുഃഖകരമായ വേദന. മാതാവ് വരുമ്പോഴേക്കും നമുക്ക് മടങ്ങി വരാം. താങ്ക് യു ജെയ്സൺ. ഇപ്പോൾ ജെയ്സൺ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.